BJPക്കെതിരെ മുഖപ്രസംഗവുമായി ദീപിക. രാജ്യത്തെ ക്രൈസ്തവ പീഡനങ്ങളോട് അരുതെന്ന് പറയാതെയാണ് കേരളത്തിലെ ക്രൈസ്തവരെ കൂടെ കൂട്ടാൻ BJP പദ്ധതിയിടുന്നത്. BJPയുടെ ഈ ഇരട്ടത്താപ്പ് അങ്ങേയറ്റം അപമാനകരമാണ്. ഇരട്ടത്താപ്പ് അവസാനിപ്പിച്ച് സമീപനത്തിൽ വ്യക്തത വരുത്താൻ BJP തയ്യാറാവണമെന്നും ദീപിക മുഖപ്രസംഗത്തിൽ ആവശ്യപ്പെടുന്നു. ശ്രീജിത്ത് കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുകയാണ്. ശ്രീജിത്ത്, ഇരട്ടത്താപ്പ് ഇവിടെ വേണ്ട, വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യം കണ്ടുകൊണ്ട് തങ്ങളോട് കൂട്ടുകൂടാൻ വരേണ്ട എന്ന നിലപാട് ഉറക്കെ പറയുകയാണ് ദീപിക. ഇത് സഭയുടെ ഒരു നിലപാട് എന്ന രീതിയിൽ തന്നെ നമ്മൾ കണക്കാക്കണമോ? എന്തായാലും ഈ കളം നിറയാൻ BJP ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇത്തരത്തിൽ വരുന്ന വിമർശനങ്ങളൊക്കെ വലിയ രാഷ്ട്രീയ പ്രസക്തി കൂടി ഉള്ളതാണ് അല്ലേ? തീർച്ചയായും ദീപികയുടെ പലപ്പോഴും BJP അനുകൂലിച്ചുള്ള നിലപാടുകൾ വാർത്തയായിട്ടുണ്ട്. സമീപകാലത്ത് അങ്ങനെ പല ലേഖനങ്ങളും വന്നിട്ടുണ്ട്. പക്ഷെ അതിനെ എതിർത്തുകൊണ്ടാണ് ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ വരുന്ന ലേഖനം, ഏതാണ്ട് ഒരു മാസം മുമ്പാണ് മറ്റൊരു ലേഖനം BJP വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. ഈ ക്രൈസ്തവ രാജ്യത്താകെ നേരിടുന്ന അക്രമത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ BJPയെ കടന്നാക്രമിച്ചു എന്ന് തന്നെ പറയാം, കടന്നാക്രമിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് ദീപിക. തീർച്ചയായും വിശ്വാസികൾ സഭ കാര്യമായി കൊണ്ടു നടക്കുന്ന ഒരു പത്രം കൂടിയാണ് ദീപിക. ആ നിലയിൽ അത് സഭയുടെ നിലപാടായി ചേർത്ത് വായിക്കേണ്ടി വരും. നിലവിൽ എന്തായാലും അതായത് രണ്ട് സമീപനമാണ്. BJPക്ക് ഇരട്ടത്താപ്പാണുള്ളത്. രാജ്യത്തെ ക്രൈസ്തവ പീഡനങ്ങളോട് അരുത് എന്ന് പറയുന്നില്ല. മാത്രമല്ല, മഹാരാഷ്ട്രയിലെ ഒരു MLA തന്നെ ഈ വൈദികർക്കെതിരെ അക്രമം നടത്തുന്നവർക്ക് പാരിതോഷികം പ്രഖ്യാപിക്കുന്ന നടപടിയുണ്ട്. അങ്ങനെ രാജ്യത്ത് പലയിടത്തും പലതരത്തിലുള്ള അക്രമങ്ങളും ക്രൈസ്തവർക്കെതിരെ നടക്കുന്നു. അതിലൊക്കെ അതിനെ പിന്തുണയ്ക്കുകയാണ് ഫലത്തിൽ BJP ചെയ്യുന്നത്. BJP ആകെ ചെയ്യുന്നത് ക്രൈസ്തവർ നിർണായക സ്വാധീനമായ സംസ്ഥാനങ്ങളിൽ അവർ ക്രൈസ്തവർക്കൊപ്പമാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു. ആ ശ്രമത്തിന്റെ ഭാഗമാണ് കേരളത്തിലും ഇപ്പോൾ ക്രൈസ്തവരെ ഒപ്പം കൂട്ടാനൊരു ശ്രമം BJP നടത്തുന്നത് എന്നതാണ് ദീപികയുടെ ഒരു മുഖപ്രസംഗത്തിൽ തന്നെ പറയുന്നത്. മുഖപ്രസംഗം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ലേഖനമല്ല, അത് പത്രത്തിന്റെ ഒരു ഔദ്യോഗിക നിലപാട് തന്നെയാണ് എന്ന് പറയേണ്ടി വരും. ഈ പലയിടത്തും വടക്കേ ഇന്ത്യയിൽ പലയിടത്തും ഈ സാമൂഹിക സേവനം നടത്തുന്നുണ്ട് ക്രൈസ്തവ സഭ. പക്ഷെ അതിനെ മതപരിവർത്തനമായി ചിത്രീകരിക്കുകയാണ് BJPയും സംഘപരിവാറും ഒക്കെ ചെയ്യുന്നത് എന്നുകൂടിയാണ് ദീപിക പറയുന്നത്. അതായത് ഇതൊരു ഇരട്ടത്താപ്പാണ്. ഈ ഇരട്ടത്താപ്പ് അവസാനിപ്പിച്ച് അതിലൊരു വ്യക്തത വരുത്താൻ BJP തയ്യാറാകണം എന്നുള്ളതാണ്. നേരത്തെ ആര്യ ചൂണ്ടിക്കാണിച്ചതുപോലെ സംസ്ഥാനത്ത് വളരെ ക്രൈസ്തവ മേഖലയിലേക്ക് കടന്നു ചെല്ലാൻ പല ശ്രമങ്ങളും നടത്തുന്നു. BJPയുടെ ഭാരവാഹി പട്ടികയിലടക്കം അത്തരം ക്രൈസ്തവ മുഖങ്ങളെ, ഇപ്പോൾ അനൂപ് ആന്റണി അല്ലെങ്കിൽ ഷോൺ ജോർജിനെ പോലെയുള്ളവർക്ക്, അതായത് അത്തരം ആളുകളെയൊക്കെ ഉൾപ്പെടുത്തി ആ മേഖലയിലേക്ക് കടന്നു ചെല്ലാൻ ശ്രമിക്കുന്നു. പലയിടത്തും കടന്നു ചെല്ലാൻ BJPക്ക് കഴിയുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തൃശ്ശൂരടക്കം സുരേഷ് ഗോപിക്കടക്കം ക്രൈസ്തവ വോട്ടുകൾ ലഭിച്ചതൊക്കെ അത്തരം സാഹചര്യങ്ങൾ അതിൽ കൂടി കൊണ്ടാണ്. പക്ഷെ അവിടെയാണ് BJP ഒരു വലിയ കുതിച്ചുചാട്ടത്തിന് ശ്രമിക്കുമ്പോഴാണ് അവിടെ ഒരു തലക്കടി എന്ന നിലയിൽ ഇത്തരത്തിൽ ലേഖനങ്ങൾ തുടർച്ചയായി ദീപികയിൽ പ്രസിദ്ധീകരിക്കുന്നത്. ശ്രീജിത്ത് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്കറിയാം BJPയുടെ ഒരു പ്രധാനപ്പെട്ട വോട്ട് കാർഡ് തന്നെയാണ് ഈ ക്രൈസ്തവ സമൂഹം എന്നുള്ളത്. അപ്പോൾ അവരെ വീണ്ടും ഒപ്പം നിർത്താനുള്ള ശ്രമങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ പുതിയ കർമ്മ പദ്ധതിയൊക്കെ അമിത്ഷാ വന്നതോടുകൂടി ആലോചിച്ച് തീരുമാനിച്ചുറപ്പിച്ച് അതുമായിട്ടൊക്കെ മുന്നോട്ട് പോകാനാണ് ആലോചിക്കുന്നത്. പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചും കഴിഞ്ഞു. അപ്പോൾ അതിനിടയിൽ വരുന്ന ഈ വിമർശനം അതത്ര ചെറുതല്ല, വലിയ തിരിച്ചടി തന്നെ BJPക്ക് ഒരുപക്ഷെ ഉണ്ടാക്കാം എന്നത് തന്നെയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത് അല്ലേ? തീർച്ചയായും ആര്യ, ഇതിപ്പോ ദീപിക ഒരു മുഖപ്രസംഗം എഴുതി എന്നുള്ളത് ശരി തന്നെയാണ്. അത് കത്തോലിക്ക സഭയുടെ നിലപാടായി സ്വാഭാവികമായും വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി സഭയുടെ ഔദ്യോഗിക നേതൃത്വം ഇക്കാര്യത്തിൽ എന്താണ് പറയുന്നത് എന്നുള്ളതാണ് തീർച്ചയായും ഇനി അറിയാനുള്ളത്. KCBC ഒക്കെ പതിവായി ഓരോ വിഷയങ്ങളിലും പ്രതികരിക്കുന്നതാണ്. ഈ വിഷയത്തിലും പ്രതികരണം ആ തരത്തിൽ വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ദീപികയുടെ നിലപാടിനെ പരിപൂർണമായും ഏറ്റെടുക്കുമോ അതോ അതിനെ തള്ളി പറയുമോ എന്നൊക്കെയുള്ളതാണ് ഇനി കാത്തിരിക്കേണ്ടത്. എന്തായാലും ദീപിക ഒരു വലിയ കടന്നാക്രമണം തന്നെ ദീപിക എഡിറ്റോറിയലിലൂടെ BJPക്കെതിരെ നടത്തിയിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇനി BJP നേതാക്കളുടെ ഇതിനോടുള്ള പ്രതികരണവും കാണേണ്ടതുണ്ട്. ഒരുപക്ഷെ BJPയുടെ ഒരു സ്ട്രാറ്റജി അനുസരിച്ച് ക്രൈസ്തവ സഭകളോടൊക്കെ അടുത്ത് ചേരാൻ ശ്രമിക്കുന്നതിനിടെ ഇതിനെ വല്ലാതെ തിരിച്ചാക്രമിക്കാനുള്ള സാധ്യതയില്ല. പക്ഷെ ഇതിൽ നിന്ന് വഴുതി മാറാനുള്ള ശ്രമം തന്നെയായിരിക്കും BJPയെ സംബന്ധിച്ച് ഉണ്ടാകുക എന്ന് തന്നെ മനസ്സിലാക്കേണ്ടി വരും. നിലവിൽ എന്തായാലും ഈ സഭയുടെ നിലപാട് തന്നെയാണോ ഇത് എന്നുള്ളതാണ് ഇനിയുള്ള പ്രതികരണങ്ങളിൽ അറിയേണ്ടത്. കാര്യം ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഈ പല മുനമ്പം പോലുള്ള വിഷയങ്ങളൊക്കെ BJP വലിയ രാഷ്ട്രീയ ആയുധമാക്കുകയും
വലിയ പ്രചാരണങ്ങളൊക്കെ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ BJP ആദ്യമായി അവിടെ കമ്മിറ്റി, പാർട്ടി ഓഫീസൊക്കെ ഉണ്ടാക്കുന്നത് ഈ സമരത്തിന് ശേഷമാണ്. എല്ലാ തരത്തിലുള്ള ഉറപ്പുകളും മുനമ്പം ജനതയ്ക്ക് ഉണ്ടാകുമെന്നൊക്കെ കേന്ദ്ര സർക്കാർ പറയുകയൊക്കെ ചെയ്ത സാഹചര്യമുണ്ട്. അവിടെയൊക്കെ നിൽക്കുമ്പോഴാണ്, അങ്ങനെയൊക്കെ നിന്ന് വളരെ കാര്യമായി ക്രൈസ്തവ സഭ വിശ്വാസികളിലേക്ക് കയറാൻ നിൽക്കുമ്പോഴാണ് ദീപിക അതിനൊരു കടുംവെട്ട് ഫലത്തിൽ നൽകുന്നത്. തീർച്ചയായും ശ്രീജിത്താണ് വിവരങ്ങൾ നൽകുന്നത്. ശ്രീജിത്ത് തുടരുക. ഇപ്പോൾ BJP നേതാവ് ശ്രീ എൻ ഹരി കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ഹരി, ഇപ്പോൾ ദീപികയുടെ മുഖപ്രസംഗത്തിൽ പറയുന്നത് ഈ ഇരട്ടത്താപ്പ് ഇവിടെ നടപ്പാകില്ല, വിലപ്പോകില്ല എന്നുള്ളതാണ്. വോട്ട് ബാങ്ക് മാത്രം നോക്കി കൂട്ടുകൂടാൻ വരേണ്ട എന്ന നിലപാട് ശക്തമായി പറയുകയാണ്. എങ്ങനെ പ്രതികരിക്കുന്നു? ഒരു സ്വാഭാവികമായും ഇതുപോലെ തന്നെ ദീപികയിൽ വന്നിട്ടുള്ള പല ലേഖനങ്ങളും പിന്നീട് നമ്മുടെ പുരോഹിതന്മാർ തന്നെ അതൊരു പത്രത്തിന്റെ മാത്രമാണ് എന്ന്, പത്രത്തിന്റെ ഒരു വീക്ഷണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞ ചരിത്രം നമ്മുടെ തൊട്ട് മുമ്പിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. നമ്മുടെ ഈ കേന്ദ്ര സർക്കാർ വന്നതിന് ശേഷം നമുക്ക് ഓരോന്ന് എണ്ണി പരിശോധിച്ചാൽ നമുക്കറിയാം, നമ്മുടെ ബിഷപ്പുമാരടക്കം ക്രൈസ്തവ മേഖലയിലെ നിരവധി ആളുകൾ ഇപ്പോഴും 100% നരേന്ദ്രമോദി സർക്കാരിന് പൂർണ്ണ പിന്തുണ നൽകിയ ഒരു ചരിത്രം നമുക്കറിയാം. 2 ക്രൈസ്തവ ന്യൂനപക്ഷം അല്ലെങ്കിൽ പീഡനം എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം ഏറ്റവും ഒടുവിലുണ്ടായ ഒരു സംഭവം, അവിടെ ശിവസേനയെ കൂട്ടുപിടിച്ചുകൊണ്ട് അവിടെ നടത്തിയ അക്രമങ്ങൾ ശിവസേന ഇപ്പോഴും BJPയുടേതാക്കി ഒരു പക്ഷം ശിവസേനയുമായി ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞ ചരിത്രം നമുക്കറിയാം. ഹനുമാൻ സേന, അങ്ങനെ പല കാര്യങ്ങളും വരുന്ന സമയത്ത് വലിയ വാർത്തകൾ വരികയും കൃത്യമായി അതിനനുസരിച്ചിട്ടുള്ള നടപടികൾ കൃത്യമായി ഓരോരുത്തരെയും ഇതുവരെയുള്ള FIR എടുത്ത് നോക്കിയാൽ നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാകാം. ഇതുവരെ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും നമുക്ക് ഓരോ ഇൻസിഡന്റും എടുത്ത് പരിശോധിച്ചാൽ കൃത്യമായ നടപടികൾ ഉണ്ടായിട്ടുണ്ട്. ഇതുവരെ ഉണ്ടാവാത്ത നടപടികൾ കൃത്യമായി ഉണ്ടായിട്ടുണ്ട്. വളരെ പുരോഹിതന്മാരെല്ലാവരും തന്നെ വലിയ രീതിയിൽ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയിലേക്കോ അല്ലെങ്കിൽ NDAയിലേക്കോ കടന്നു വരുന്ന വലിയ ഒരു കാര്യമാണ് കാണുന്നത്. അപ്പൊ അതൊരു കേവലം ഒരു പത്രത്തിന്റെ മുഖപ്രസംഗം, അത് അവരുടെ ഏത് പത്രത്തിനും എഴുതാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും അവർക്കുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ചേർത്തടിക്കുക എന്നുള്ളത് മാത്രമല്ല, ഇത്രയും കാലത്ത് ഈ 9 വർഷത്തിനിടയിൽ എടുത്തു പറയപ്പെട്ട ഒരു കാര്യം ഉണ്ടായില്ല എന്ന് മാത്രമല്ല, നിരവധി ക്രൈസ്തവ പുരോഹിതന്മാരും ബിഷപ്പുമാരും എല്ലാം തന്നെ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഈ കൺമുമ്പിൽ നിൽക്കുകയല്ലേ. നിങ്ങളുടെ ചാനൽ തന്നെ എത്രയോ ആളുകൾ പറഞ്ഞത് തന്നെ വിവാദമാക്കിയിട്ടുണ്ട്. എത്രയോ പരസ്യമായി നരേന്ദ്രമോദിയുടെ പ്രവർത്തനങ്ങൾക്ക് അനുകൂലമായി നിന്നിട്ടുണ്ട്. അപ്പൊ ഇതൊരു ചർച്ചയാക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് തന്നെയാണ് എന്റെ ഒരു അഭിപ്രായം. പക്ഷെ അത്തരത്തിൽ ചില വൈദികരൊക്കെ കൂടെ നിൽക്കുന്ന സമയത്തും ഈ വിമർശനം നേരത്തെ മുതൽ തന്നെ ശക്തമായിരുന്നു. അതായത് രാജ്യത്ത് പലതരത്തിൽ ഉത്തരേന്ത്യയിൽ അടക്കം ക്രൈസ്തവ സമൂഹം വലിയ പീഡനം അനുഭവിക്കുമ്പോൾ നോക്കുകുത്തിയായി നിൽക്കുകയും അതിൽ നടപടി സ്വീകരിക്കാതിരിക്കുകയും ഇത്തരത്തിൽ ഇലക്ഷൻ വരുമ്പോൾ മാത്രം ക്രൈസ്തവ സമൂഹത്തിന്റെ സ്നേഹം തേടി അല്ലെങ്കിൽ അവരെ പിന്തുണയ്ക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന നടപടിക്കെതിരെ വലിയ പ്രതിഷേധം നേരത്തെയും വിമർശനമൊക്കെ നേരത്തെയും ഉയർന്നിരുന്നത് തന്നെയാണ്. ഇത് ആദ്യമായി അല്ല ഇത്തരത്തിലുള്ള ഈ വിമർശനം ഉയരുന്നത്. കേരള സമൂഹത്തിലെ വിമർശനങ്ങൾക്ക് ഒരു പഞ്ഞവുമില്ല എന്ന് നമുക്കറിയാം. ഏറ്റവും ഒടുവിലെ ഈ ക്രിസ്തുമസ് ദിനത്തില് എന്താ നിങ്ങളുടെ ചാനൽ അടക്കം പറഞ്ഞത്? ക്രൈസ്തവ മേഖലയിലെ എല്ലാ സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നേരിട്ട് വന്ന് പങ്കെടുക്കുന്ന ഇതിനു മുമ്പ് എത്രയോ പ്രധാനമന്ത്രിമാർ നമുക്കുണ്ടായിരുന്നു, എത്രയോ ആളുകൾ ഉണ്ടായിരുന്നു, എത്രയോ സ്ഥലങ്ങളിലാണ് അദ്ദേഹം പങ്കെടുത്തിട്ടുള്ളത്, എത്രയോ ആളുകളുമായിട്ടാണ് അദ്ദേഹം കൂടിക്കാഴ്ച കൊടുത്തത്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ നിങ്ങൾ വീണ്ടും ഇത് ആവർത്തിക്കുകയാണ്. അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ തലയിലേക്ക് കെട്ടിവെക്കാൻ ശ്രമിക്കുകയാണ്. സ്വാഭാവികമായും അവിടെ നടന്നിട്ടുള്ള ഇത്തരം പറയുന്ന ഞാൻ മുമ്പ് സൂചിപ്പിച്ച കടലാസ് സംഘടനകളൊക്കെ അത് BJPയുടേതാണെന്ന് വരുത്തി തീർക്കാം. ഞാൻ മുമ്പ് സൂചിപ്പിച്ചില്ല, അതിനെല്ലാം FIR ഇട്ടുണ്ട്, പരിശോധിക്കാം. നമുക്കത് പബ്ലിക് ഡൊമൈനിൽ കിട്ടുന്ന കാര്യങ്ങളല്ലേ. എവിടെയാണ് ഒരു BJPക്കാരൻ അല്ലെങ്കിൽ RSSകാരൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചുമതലയുള്ള ആരെയാണ് ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ അതിനുള്ള ഒരു കാര്യങ്ങൾ ഇട്ടിട്ടുള്ളത്? പിന്നെ ഇപ്പോ നമ്മുടെ രാജീവ് ചന്ദ്രശേഖർജി ഇത്രയും കാലം ഓരോന്നും ഇത്തരത്തില് ബീഫിന്റെ പ്രശ്നം അല്ലെങ്കിൽ മറ്റുള്ള പ്രശ്നങ്ങൾ ഓരോ ഇലക്ഷന്റെ സമയത്തും ഉയർത്തിക്കൊണ്ടിരുന്നവർ ഇന്ന് അവർക്ക് മനസ്സിലായി ഭാരതീയ ജനതാ പാർട്ടി വികസിത കേരളം എന്ന ഒരു സന്ദേശം മാത്രമാണ് ഇന്ന് മുന്നോട്ട് വെക്കുന്നത്. കേരള സമൂഹം അത് ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ചില കോണുകളിലൊക്കെ അസ്വസ്ഥത ഉണ്ടാവുക സ്വാഭാവികമാണ്. ഞങ്ങൾ അത്തരത്തിൽ മാത്രമേ ഇതിനെ കാണുന്നുള്ളൂ.
യെസ്, വളരെ നന്ദി ശ്രീ എൻ ഹരി. ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന് ജി ശ്രീജിത്ത് നമുക്കൊപ്പം തുടരുന്നുണ്ട്. ശ്രീജിത്ത്, BJP പ്രതിനിധി പറയുന്നത് ഇത് അവരുടെ ആത്മവിശ്വാസത്തെ കെടുത്തുന്ന വിമർശനമൊന്നും അല്ല. ഇത്തരത്തിൽ നേരത്തെയും ദീപികയിലടക്കം വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പിന്നീട് അത് വൈദികരും സഭാ നേതൃത്വവും ഒക്കെ അവരുടെ വിമർശനമല്ല, നിലപാടല്ല എന്ന തരത്തിൽ അതിനെയൊക്കെ തള്ളിക്കളയുന്ന സാഹചര്യമാണ് ഉണ്ടായത്. സമാനമായ രീതിയിൽ തന്നെ ഇപ്പോഴും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് പങ്കുവെക്കുന്നത്. തീർച്ചയായും അത് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. കാരണം ദീപിക ഇതൊരു തുടർച്ചയാണ്. ജൂൺ 4-നാണ് ഏറ്റവും ഒടുവിൽ ഈ കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെട്ട ഒരു സംഭവമായി ട്രെയിനിൽ വിചാരണ ചെയ്യപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട ദീപിക സമാനമായ രീതിയിലൊരു മുഖപ്രസംഗം എഴുതുന്ന സാഹചര്യം ഉണ്ടായത്. അന്നും ഇതേപോലെയുള്ള പ്രതികരണം ദീപിക നടത്തുമ്പോൾ പക്ഷേ പിന്നീട് അത് സഭയെ അങ്ങനെ ഏറ്റെടുത്തൊരു പ്രതികരണം നടത്തിയിരുന്നല്ലോ. ഒരുപക്ഷെ എൻ ഹരിയുടെ ഒക്കെ ഒരു പ്രതീക്ഷ അത് തന്നെ ആയിരിക്കാം. ഒരുപക്ഷെ പത്രത്തിന്റെ നിലപാട് എന്ന നിലയിൽ സഭകൾ അതിനെ ഒതുക്കി നിർത്തുമോ എന്നുള്ളതാണ് കാണേണ്ടത്. പക്ഷേ ഇതൊരു തുടർച്ചയാണ്. അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് പ്രത്യേകിച്ച് അമിത്ഷായൊക്കെ വന്നു പോയതിന് തൊട്ട് പിന്നാലെ ദീപിക ഇങ്ങനെ ആഞ്ഞടിച്ചൊരു മുഖപ്രസംഗം എഴുതുമ്പോൾ അത് ചെറുതായി കാണാൻ കഴിയില്ല. അതിന് രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരും. ദീപിക കഴിഞ്ഞ കുറച്ചു കാലം BJPയെ പുകഴ്ത്തിക്കൊണ്ടും മുനമ്പം വിഷയത്തിലടക്കം പ്രശംസിച്ചുകൊണ്ടും ഒക്കെ പല ലേഖനങ്ങളും എഴുതിയിട്ടുള്ളതാണ്. അതിനിടെയാണ് ഇപ്പോൾ ഇങ്ങനെയൊരു ദീപികയുടെ ഒരു നിലപാട് മാറ്റമാണോ, സഭയുടെ തന്നെ ഒരു നിലപാട് മാറ്റമാണോ ഇത് എന്നൊക്കെയുള്ളത് നമ്മൾ കണ്ടറിയേണ്ടി വരും. പ്രത്യേകിച്ച് കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ പല മുഖം മിനുക്കലുമായി മുന്നോട്ട് പോകുമ്പോൾ ക്രൈസ്തവ പ്രാധാന്യം ഇല്ല എന്നൊക്കെയുള്ള പരാതികൾക്ക് പരിഹാരം കണ്ടെത്തി മുന്നോട്ട് പോകുമ്പോൾ ദീപികയും ഒരു നിലപാട് മാറ്റത്തിലേക്ക് പോവുകയാണോ എന്ന രാഷ്ട്രീയം അതിലുണ്ടോ എന്നതുകൂടി വരും ദിവസങ്ങളാണ് കണ്ടറിയേണ്ടത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ദീപിക BJPയെ ചെറിയ രീതിയിലല്ല, അത് വലിയ രീതിയിൽ തന്നെയാണ് ആക്രമിച്ചിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. അത് ഓരോ സംഭവങ്ങളും എണ്ണി പറഞ്ഞുകൊണ്ടാണ്. ഈ മഹാരാഷ്ട്ര MLA അതായത് നേരത്തെ എൻ ഹരി പറഞ്ഞതിനപ്പുറത്തേക്ക് മറ്റേ ഹനുമാൻ സേനയോ അങ്ങനെ എന്തെങ്കിലും എന്നുള്ളതല്ല, BJPയുടെ MLA-മാർ തന്നെ ഇത്തരത്തിൽ പ്രതികരണങ്ങൾ നടത്തുന്നു. വൈദികരെ ആക്രമിച്ചാൽ പാരിതോഷികം എന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്നു. മതപരിവർത്തനം എന്ന സാമൂഹിക സേവനത്തെ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നു. ഇങ്ങനെയൊക്കെ BJPയെ തന്നെയാണ്, സംഘപരിവാറിനെയല്ല, BJPയെ തന്നെ കടന്നാക്രമിക്കുകയാണ് ദീപിക ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അതൊരു ചെറിയ ലേഖനമായി നമുക്ക് കാണാൻ കഴിയില്ല. അതിന് പ്രാധാന്യമുണ്ട്, അതിന് ഒരാഴം വളരെ വലുതാണ്. അത് സഭ ഇതിനെ എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളതാണ് ഇനി കാത്തിരുന്നു. തീർച്ചയായും ശ്രീജിത്ത് തുടരുക. ഇപ്പോൾ ശ്രീ ജോർജ് പൊടിപ്പാറ കൂടി നമുക്കൊപ്പം ചേരുകയാണ്, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ. ശ്രീ ജോർജ് പൊടിപ്പാറ, ഇത് താങ്കൾ എങ്ങനെയാണ് ഈ മുഖപ്രസംഗത്തെ വിലയിരുത്തുന്നത്? ഇത് വെറും ഒരു എഡിറ്റോറിയൽ നിലപാട് മാത്രമാണോ ദീപികയുടേത്, അതോ സഭയ്ക്ക് പറയാനുള്ളതാണോ? തീർച്ചയായിട്ടും ദീപികയിൽ വരുന്ന ഓരോ ലേഖനവും, പ്രത്യേകിച്ച് അവരുടെ എഡിറ്റോറിയൽ എന്ന് പറയുന്നത് വലിയൊരളവിൽ സഭയുടെ നിലപാട് തന്നെയാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതായത് ദീപിക ചിന്തിക്കുന്നത് തന്നെയാണ് സഭയും ചിന്തിക്കുന്നത്. ചിലപ്പോൾ അതിന്റെ അളവിലും തൂക്കത്തിലും അല്ലെങ്കിൽ തീവ്രതയിലും ഒക്കെ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകാമെങ്കിലും പൊതുവിൽ ദീപിക മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെ നമുക്ക് സഭയുടെ ഔദ്യോഗിക മുഖപത്രം എന്നുള്ള നിലയ്ക്ക് തന്നെ സഭയുടെ ആശയങ്ങളും അഭിപ്രായങ്ങളായിട്ട് തന്നെ കാണേണ്ടി വരും. സമീപകാലത്തായിട്ട് ഈ പറഞ്ഞ കത്തോലിക്ക സഭയായിട്ടുള്ള ബന്ധം കുറച്ചുകൂടി ഊഷ്മളമാക്കാനും ആ രീതിയിൽ ഈ ക്രൈസ്തവ സഭയ്ക്കുള്ളിലേക്ക് ഒരു ഇൻട്രോഡ് ഉണ്ടാക്കാനും ഒക്കെ BJP കുറെ കാലങ്ങളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, വലിയൊരു ലോങ് ടൈം പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് അമിത്ഷാ വന്നതിന് ശേഷം 2 തെരഞ്ഞെടുപ്പുകളിലേക്കും വലിയ ലക്ഷ്യങ്ങളോടെ മുന്നോട്ട് വെക്കാൻ BJP ഒരുങ്ങുകയാണ്. അതൊരു ചെറിയ ലക്ഷ്യമല്ല, വലിയ ലക്ഷ്യങ്ങളാണ് അവരുടെ മുമ്പിലുള്ളത്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുറെ കൂടി വലിയ അധികാരത്തിലേക്ക് എത്തുന്നത് അടക്കമുള്ള ലക്ഷ്യങ്ങളിലേക്ക് ആണ് തങ്ങൾ ഉന്നം വെക്കുന്നതെന്ന് അമിത്ഷാ പറഞ്ഞൊരു സാഹചര്യത്തിൽ അതിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കടമ്പ എന്ന് പറയുന്നത് ഹൈന്ദവ വോട്ടുകൾ കൊണ്ട് മാത്രം BJPക്ക് ആ രീതിയിലുള്ള നേട്ടം ഉണ്ടാക്കാൻ പറ്റില്ല. സ്വാഭാവികമായിട്ടും മുസ്ലിം വോട്ടുകൾ കിട്ടാനും സാധ്യതയില്ല. ആ നിലയ്ക്ക് ക്രൈസ്തവ വോട്ടുകളിൽ, പ്രത്യേകിച്ച് കത്തോലിക്ക സഭയുടെ വോട്ടിനെ തന്നെയാണ് BJP കുറെ കാലമായിട്ട് ലക്ഷ്യമിടുന്നത്. അതുകൊണ്ടാണ് ക്രിസംഗിയും കാസയും ഒക്കെ ആയിട്ട് ചെറിയ തോതിലുള്ള ഒരു എന്താ പറയുക സ്വാധീന മേഖലകൾ വികസിപ്പിക്കാൻ BJPക്ക് കഴിഞ്ഞിട്ടുമുണ്ട്. പക്ഷെ സമീപകാലത്തായിട്ട് മണിപ്പൂർ അടക്കമുള്ള പല വിഷയങ്ങളിലും ബന്ധങ്ങളൊന്നും ഊഷ്മളമായിട്ട് വരുന്ന ഘട്ടത്തിലാണ് പലപ്പോഴും അപ്രതീക്ഷിതമായ തിരിച്ചടികൾ ഉണ്ടാകുന്നത്. ഇപ്പൊ ആ പഴയൊരു തീവ്രത ക്രിസംഗികളുടെ കാര്യത്തിലായാലും കാസയുടെ കാര്യത്തിലായാലും കത്തോലിക്ക സഭയുടെ പൊതു നിലപാടിലായാലും ഒരു ഘട്ടത്തിൽ BJPയുമായിട്ടുണ്ടായിരുന്ന ഒരു ഊഷ്മളത ഇപ്പൊ അവരുടെ പ്രസ്താവനകളിലൊന്നും കാണുന്നുമില്ല. മാത്രമല്ല, നമ്മൾ കാണേണ്ട ഒരു കാഴ്ച പാലക്കാടും നിലമ്പൂരും, അതായത് മുനമ്പം വിഷയത്തിന്റെ പേരിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ നേട്ടം ഉണ്ടാക്കാൻ കഴിയുമെന്ന് BJP വിചാരിച്ചെങ്കിലും ആ രീതിയിൽ ക്രൈസ്തവ വോട്ടുകൾ വീണതായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞില്ല.
അത് തന്നെയാണ് ഇപ്പൊ നിലമ്പൂർ ശ്രീ ജോർജ് പൊടിപ്പാറ, ഒരു നിമിഷം താങ്കൾ ദയവായി ഒന്ന് തുടരുക. താങ്കളിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ ശ്രീ ഷോൺ ജോർജ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ഷോൺ ജോർജ് വലിയ രൂക്ഷമായ വിമർശനമാണ് ഉന്നയിക്കുന്നത്. ഈ ഇരട്ടത്താപ്പ് ഇവിടെ വിലപ്പോകില്ല എന്നാണ് പറയുന്നത്. സഭ അകലുകയാണോ BJP-യിൽ നിന്ന്? അല്ല, ഈ എഡിറ്റോറിയൽ അവിടെ ചെയ്ത ആളാരാന്ന് കൃത്യമായി നോക്കിയാൽ കഴിഞ്ഞ UPA ഭരണകാലത്ത് എല്ലാ കാലത്തും കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിമാർ യാത്ര ചെയ്യുന്ന ഫ്ലൈറ്റിൽ സ്ഥിരം ഇടം മേടിച്ചിരുന്ന ഒരാളാണ്. ആ എഡിറ്റോറിയൽ സ്ഥിരമായിട്ട് എഴുതുന്നത്. അദ്ദേഹം ഒരു കോൺഗ്രസ് അനുഭാവിയാണ്, കടുത്ത BJP വിരുദ്ധനാണ്. അതല്ല ഇവിടുത്തെ വിഷയം. ഞാൻ ആ വിഷയത്തിലേക്ക് കിടക്കുകയല്ല. പക്ഷെ ഒരു കാര്യം എടുത്തു പറയേണ്ടതുള്ളത്, ഇതിനകത്ത് പ്രസ്ഥാനത്തിന്റെ നിലപാട് എന്താണ്? ഈ BJP പോലെ 16 കോടി അംഗങ്ങളുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ആരെങ്കിലും ഏതെങ്കിലും മുക്കിലും മൂലയിലും ഇരുന്ന് എന്തെങ്കിലും പറയുന്നതിനൊന്നും അഡ്രസ് ചെയ്യേണ്ട കാര്യം BJPക്കില്ല. പിന്നെ ഏതെങ്കിലും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ കൃത്യമായി പറയാം. അതിനകത്ത് ഇപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം ഓൾ ഇന്ത്യ ലെവലിൽ ക്രൈസ്തവ മിഷണറിമാര് അല്ലെങ്കിൽ ക്രൈസ്തവ സ്ഥാപനങ്ങൾക്കോ ഇതര സ്ഥാപനങ്ങൾക്കോ, ഈ ക്രൈസ്തവ മാത്രമല്ല, എന്തെങ്കിലും ഇത്തരത്തിലുള്ള വർഗീയപരമായ ഇഷ്യൂസ് ഉണ്ടായാൽ അത്തരം കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ BJPക്ക് ഇപ്പോൾ വ്യവസ്ഥാപിതമായ ഒരു കൃത്യമായൊരു സംവിധാനമുണ്ട്. ആ സംവിധാനത്തെ കൃത്യമായി വർക്കൗട്ട് ചെയ്താണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. ഇപ്പൊ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ വരുമ്പോൾ അതിന് നിലപാടാണ്. ഇപ്പൊ ഈ കേരള BJPയുടെ നിലപാട് എന്താണ്? കേന്ദ്ര BJPയുടെ നിലപാട്. ഈ നിലപാടിനെ ഞങ്ങൾക്ക് അഡ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. ഏതെങ്കിലും സംസ്ഥാനത്തിരുന്ന് ഏതെങ്കിലും വിവരദോഷി എന്തെങ്കിലും പറഞ്ഞാൽ അതിനൊന്നും മറുപടി പറയാൻ ഞങ്ങൾക്ക് കഴിയില്ല. കാരണം 16 കോടി അംഗങ്ങളുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഇതിനകത്ത് പലർക്കും പല അഭിപ്രായം ഉണ്ടാവും, പ്രാദേശികമായ പല വിഷയങ്ങളുണ്ടാവും. ഇപ്പോ കണ്ണൂര് പക്ഷെ ഒരു സഭയുടെ മുഖപത്രമായി നിലനിൽക്കുന്ന ഒരു പത്രത്തിന് അത് മുഖപ്രസംഗം എഴുതുമ്പോൾ അത് വെറും ഒരു വ്യക്തിയുടെ മാത്രം നിലപാടായി കാണാൻ സാധിക്കുമോ ശ്രീ ഷോൺ ജോർജ്? സഭയുടെ മുഖപത്രം ഇതിനു മുമ്പ് കഴിഞ്ഞ വഖഫ് ഭേദഗതി നിയമം വന്ന സമയത്ത് കോൺഗ്രസിന്റെ MLA-മാരോട് വഖഫ് ഭേദഗതി നിയമത്തെ പിന്തുണയ്ക്കണമെന്ന് പറഞ്ഞിരുന്നു. എന്നിട്ട് കോൺഗ്രസ് പിന്തുണച്ചോ? അതിനെക്കുറിച്ച് ഇവിടെ നിങ്ങളാരും ചർച്ച ചെയ്ത് കണ്ടില്ല. പക്ഷേ കോൺഗ്രസ് പിന്തുണച്ചോ? ഇല്ലല്ലോ. ഇതേ മുഖപത്രം എഴുതി ദീപിക, എന്നിട്ട് ആരും പിന്തുണച്ചില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഇത്തരത്തിൽ ഇപ്പൊ മണിപ്പൂർ വിഷയമായി കൊണ്ടുവരിക. മണിപ്പൂർ എന്താ വിഷയം എന്നുള്ളത് ഇവിടുത്തെ മുഴുവൻ മതമേലധ്യക്ഷന്മാർക്കും കൃത്യമായിട്ട് അറിയാം. അതിനകത്ത് BJPയുടെ നിലപാട് എന്താണെന്നും BJP എന്ത് ചെയ്തു എന്നൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ പറയുന്നു, ഇത്തരം വിഷയങ്ങളെ, ഇത്തരം കാര്യങ്ങളെ സഭയ്ക്ക് അത്തരത്തിലുള്ള ആകുലതകൾ ഉണ്ടായെങ്കിൽ അത് കൃത്യമായി അഡ്രസ്സ് ചെയ്യാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. ഞങ്ങൾ ചെയ്തിരിക്കും. പക്ഷേ ഈ BJPയിൽ മുഖപത്രം വരുന്ന പല കാര്യങ്ങൾക്കും പല രാഷ്ട്രീയം അതിനകത്തുണ്ട്. അതിനകത്തൊന്നും ഞങ്ങൾക്ക് ആകുലതകളില്ല. ഇത് സഭയും BJPയും സംബന്ധിച്ചും ഏതൊരു മത സംഘടനകളോടും അല്ലെങ്കിൽ സമുദായങ്ങളോടും BJP കാണിക്കുന്ന അതേ ബഹുമാനവും അടുപ്പവും BJP ക്രൈസ്തവ സഭയോടും കാണിക്കുന്നുണ്ട്. അത് തുടർന്നും പോവും. അത്തരത്തിൽ ഏതെങ്കിലും ആകുലതകൾ ഈ നിമിഷം വരെയും ക്രൈസ്തവ സഭാ നേതൃത്വം BJP അറിയിച്ചിട്ടില്ല. അറിയിക്കാനുള്ള പ്രോപ്പർ ചാനലുണ്ട്. അത് ഇന്ന് വരെ അറിയിച്ചിട്ടില്ല. അറിയിക്കുന്ന വിഷയങ്ങൾ കൃത്യമായി ഇടപെടാറുമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ നോർത്ത് ഇന്ത്യയിൽ ഉണ്ടായ ചെറിയ വിഷയങ്ങളിൽ പോലും വളരെ കൃത്യമായ ഇടപെടൽ CBCI ഒഫീഷ്യലായിട്ട് BJP അറിയിച്ചു. ഇന്ന വിഷയങ്ങളുണ്ടെന്ന്. ആ വിഷയങ്ങളിൽ കൃത്യമായ ഇടപെടൽ BJP നടത്തിയിട്ടുണ്ട്. യെസ്, വളരെ നന്ദി ശ്രീ ഷോൺ ജോർജ് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ജോർജ് പൊടിപ്പാറ അദ്ദേഹം നമുക്കൊപ്പം തുടരുന്നുണ്ട് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജോർജ് പൊടിപ്പാറ കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? ഇപ്പോൾ BJP ഔദ്യോഗിക വക്താവിന്റെയൊക്കെ പ്രതികരണം താങ്കൾ കേട്ട് കാണും. ഇതാണ്, അവർ ഈ വിമർശനത്തെയൊക്കെ പാടെ തള്ളുകയാണ്. ഒരു കേവലം എഡിറ്റോറിയൽ എഴുതുന്ന ഒരു വ്യക്തിയുടെ രാഷ്ട്രീയ ചിന്തകളും നിലപാടും മാത്രമാണ്, അത് സഭയ്ക്ക് ഇത്തരത്തിലുള്ള നിലപാടൊന്നുമില്ല എന്ന് തറപ്പിച്ച് പറയുകയാണ്. താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നു? ഞാൻ ഷോൺ ജോർജിനോട് വിയോജിക്കുന്നൊന്നുമില്ല. ഒരുപക്ഷെ എഡിറ്റോറിയൽ എഴുതുന്ന ആളുടെ ആ ഒരു രാഷ്ട്രീയ ചായ്വ് അല്ലെങ്കിൽ അങ്ങേരുടെ പക്ഷപാതം പക്ഷെ അതിന്റെ ഭാഷയിലൊക്കെ പ്രതിഫലിച്ചിട്ടുണ്ടാവും. പക്ഷെ ആശയങ്ങളിൽ അങ്ങനെ പ്രതിഫലിക്കാൻ പറ്റില്ല. കാരണം പത്രത്തിന്റെ ഒരു നിലപാടിന്റെ ഒരു നയത്തിന്റെ ഭാഗമായിട്ടാണ് എഡിറ്റോറിയൽ വരുന്നത്. ആ നയം എന്ന് പറയുന്നത് കത്തോലിക്ക സഭയുടെ, സീറോ മലബാർ സഭയുടെ ഔദ്യോഗിക മുഖപത്രം എന്നുള്ള നിലയ്ക്ക് അതിൽ വരുന്ന ഒരു മുഖപ്രസംഗത്തിന് അല്ലെങ്കിൽ ഒരു എഡിറ്റോറിയലിന് സ്വാഭാവികമായിട്ടും സഭയുടെ നിലപാട് തന്നെയാണ് അതിലൂടെ പുറത്തു വരുന്നത്. അത് പത്രപ്രവർത്തനം അറിയാവുന്ന എല്ലാവർക്കും അറിയാം. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ താല്പര്യത്തിനനുസരിച്ച് ഒരു എഡിറ്റോറിയൽ എഴുതാൻ കഴിയില്ല. പ്രത്യേകിച്ചും ഇത്തരം ഒരു വിഷയത്തിൽ അങ്ങനെ ഒരു എഡിറ്റോറിയൽ എഴുതുക എന്ന് പറഞ്ഞാൽ അതൊരു വ്യക്തിക്ക് മാത്രമായിട്ട് തീരുമാനിക്കാവുന്ന കാര്യമല്ല. അതൊരു നിലപാടിന്റെ വിഷയമാണ്. ഇവരുടെ ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നത് ഇതിനു മുമ്പും ദീപികയിൽ വന്നിട്ടുള്ള വിമർശനങ്ങളെ പിന്നീട് സഭാ വക്താക്കളും വൈദികരും ഒക്കെ തള്ളിക്കളയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് ഇവിടെയും ഇപ്പോഴും ഇനിയും ആവർത്തിക്കും എന്നുള്ളതാണ്.
അതിപ്പോ സ്വാഭാവികമായിട്ടും ചില ഘട്ടങ്ങളിൽ വളരെ തീവ്രമായിട്ട് ഈ പത്രം എഡിറ്റോറിയൽ വഴിക്ക് BJP മാത്രമല്ല UDF-നെയും LDF-നെയും ഒക്കെ വിമർശിക്കാറുണ്ട്. അത് അതേപടി തന്നെ. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുള്ളത് ഷോൺ ജോർജ് തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത്തരം എഡിറ്റോറിയൽ ഇപ്പൊ UDF-നെതിരെ, അതായത് മുനമ്പം വിഷയത്തിൽ കേരളത്തിൽ നിന്നുള്ള MP-മാര് ഈ ആ ബില്ലിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അത് ഏറെ ആഘോഷിച്ച പാർട്ടി BJP ആണ്. അതായത് സീറോ മലബാർ സഭ തങ്ങളോട് അടുക്കുന്നു, BJP നിലപാടിനോട് ചേർന്ന് നിൽക്കുന്നു എന്ന രീതിയിൽ അതൊരു വലിയ രാഷ്ട്രീയ ഡെവലപ്മെന്റ് ആണെന്നുള്ള നിലയ്ക്ക് അതിനെ ആഘോഷിച്ചവരാണ് BJP. അപ്പൊ സ്വാഭാവികമായിട്ട് ഇപ്പോ ആ BJP-യുടെ നിലപാടുകൾക്ക് എതിരെ ഇന്ത്യയുടെ പല ഭാഗത്തും സഭയ്ക്ക് നേരെയും സഭാ സ്ഥാപനങ്ങൾക്ക് നേരെയും വൈദികർക്കും മിഷണറിമാർക്കും ഒക്കെ നേരെ ആക്രമണം നടക്കുമ്പോൾ അതിനെ അപലപിക്കുന്നത് അത്ര ചെറിയ കാര്യമായിട്ട് കാണുന്നത് അതൊരു ഓവർ സിംപ്ലിഫിക്കേഷൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്ന് കരുതി ഇതിപ്പോ ആകാശം ഇടിഞ്ഞു വീഴുന്ന ഒരു പ്രശ്നമൊന്നും അല്ല. നിലപാടുകളിൽ അല്പം സ്വല്പം മാറ്റങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരും. ഞാൻ മനസ്സിലാക്കുന്നത് വെച്ചാൽ ഈ കത്തോലിക്ക സഭയുടെ സീറോ മലബാർ സഭയുടെ നിലപാടുകളിൽ ചെറിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഘട്ടത്തിലുണ്ടായിരുന്ന ആ ഒരു ഊഷ്മളത BJP-ആയിട്ടുള്ള ബന്ധത്തിൽ ഇപ്പോഴില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഈ മലബാർ മേഖലയിലുള്ള ബിഷപ്പ്മാര്, കാമ്പ്ലാനി പിതാവ് അടക്കമുള്ളവർ ഒരു ഘട്ടത്തിൽ കാണിച്ച ഒരു അടുപ്പം ഇപ്പൊ BJP-ആയിട്ട് അവർക്കില്ല എന്നതൊരു വസ്തുതയാണ്. അത് BJP മനസ്സിലാക്കുന്നുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതായാലും 2 തെരഞ്ഞെടുപ്പുകൾ അടുത്തെത്തി നിൽക്കെ ഉണ്ടാകുന്ന ഓരോ ചെറു ചലനങ്ങളും രാഷ്ട്രീയ പ്രാധാന്യമുള്ളതാണ്. പ്രത്യേകിച്ച് കത്തോലിക്ക സഭയുടെ ഒരു പിന്തുണ BJP-ക്ക് മുന്നോട്ടുള്ള പ്രയാണത്തിൽ വളരെ നിർണായകമാണെന്നിരിക്കെ ആ ബന്ധത്തിൽ എന്തെങ്കിലും ഉലച്ചിലുണ്ടാവുകയോ അകലം വർദ്ധിക്കുകയോ ചെയ്താൽ അത് BJP-യുടെ മാസ്റ്റർ പ്ലാനിനെ വല്ലാതെ അട്ടിമറിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായും. വളരെ നന്ദി ശ്രീ ജോർജ് പൊടിപ്പാറ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. എന്തായാലും അതിരൂക്ഷമായ വിമർശനമാണ് ദീപികയിൽ വന്നിട്ടുള്ളത്. ഇനി KCBC എങ്ങനെ ഔദ്യോഗിക വക്താക്കൾ ഈ വിഷയത്തോട് പ്രതികരിക്കും, നിലപാട് വ്യക്തമാക്കുമെന്നത് വരും മണിക്കൂറിൽ നമുക്ക് കണ്ടറിയാം.